മിസ്റ്റർ കെന്നത്തുണ്ടില്ലേ? ഇല്ല, ടൗണിൽ പോയിരിക്കാണ്. നാളെ ഉച്ചയ്ക്ക് വരൂ. എന്റെ ഭാഗ്യം. എന്താ? മിസ്സിസ് സിന്ധ്യയെ അല്ല, മിസ്സിസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായി പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേൻ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിന്ധ്യ എന്നെ ആട്ടിയിറക്കിയാൽ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്ധ്യ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകൂ. ഞങ്ങളിനി അടുത്ത തിങ്കളാഴ്ച വരാം. നിങ്ങൾ എന്ന് വന്നാലും യാതൊരു കുഴപ്പമില്ല. എത്ര കരിപ്പെട്ടുണ്ടെങ്കിലും ഞങ്ങൾ എടുത്തോളാം. ഓ, എന്നാ വൈദ്യരെ കള്ള് നല്ല വെള്ളമാണോടാ? എപ്പം കൊണ്ടുവന്നാലും ചോദിക്കും നല്ല വെള്ളമാണ്. ആ ഇത്തിരി പുളിച്ചതാ, ഞാൻ കൊണ്ടുപോയേക്കാം. കൊണ്ടുപോവാ. പുളിച്ചതെങ്കിൽ പുളിച്ചത്. ദാനം കിട്ടുന്നതല്ലേ. മുത്താ, നിന്റെ പെണ്ണിന്റെ ഗർഭമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വിഷമമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല. കാലിച്ചിരി നീരുണ്ട്. വല്ല മരുന്ന് ചെയ്യണോ? പ്രസവത്തിനൊക്കെ വല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോകുന്നതാ നല്ലത്. ഇതിനൊന്നും ഞങ്ങൾ ആശുപത്രി പോലെ വൈദ്യരെ. മാരിയമ്മന് വാവിനൊരു പൂജ ചെയ്താൽ എല്ലാം ശരിയാകും. അതെന്ത് പൂജയാ? ഞങ്ങൾ പൂജാരി കുടുംബമാണ്. അപ്പന്റെ മരണശേഷം ഞാനാ പൂജാരി. അടുത്തത് എന്റെ മോൻ. മോനാണെന്ന് എന്താ തീർച്ച? മാരിയമ്മൻ അങ്ങനെ തരും. ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായിട്ട് ആണുങ്ങളാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും അതിനുവേണ്ടിയാ. അത്ര ശക്തിയുള്ള പൂജയാണോ? ആദ്യം കള്ളൊഴിച്ച് കരിമ്പനച്ചോട് നനയ്ക്കും. പിന്നെ ചോര കൊണ്ട് നനയ്ക്കും. അപ്പോഴേ മാരിയമ്മന് തൃപ്തിയാകും. വൈദ്യരെ, നേരെ വന്ധ്യാകാറായി, ഞാൻ പോട്ടെ. ആ മുത്തൻ എങ്ങനെയെങ്കിലും ജയിലിൽ കയറ്റില്ലെങ്കിൽ വളരെ മോശമാണ്. ഞങ്ങൾക്ക് തലവൃത്തി ഇറക്കാൻ കഴിയുന്നില്ല. തല താഴ്ത്തി നടക്കാൻ ഒക്കൂല. അവനൊറ്റയല്ല, അവന് ജാതിക്കാരും മുഴുവൻ അവന്റെ പുറകിലുണ്ട്. അഥവാ അവനെ പിടിച്ച് അകത്താക്കിയാലും കരിപ്പട്ടി കച്ചവടം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സായിപ്പ് എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ കാര്യമോ? ഹലോണം കിട്ടവനെ, നീ അവിടെ ഗുണ്ടകളെ തല്ലാൻ പോയത് ഇതിൽ എന്തുണ്ടായി? അവൻ മനുഷ്യനില്ല, അവന് ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കാം. എന്നാ അവൻ തുരുപ്പെടുക്കുന്നവരെ ഇനി കാത്തിരിക്കാം. എന്ത് കളിയാണ്? അഞ്ചെട്ട് തടിയന്മാരെയും കൊണ്ട് പോയിട്ട് അവന്റെ ചെറു വിരൽ അനക്കാൻ സാധിച്ചില്ല. നാണക്കേട്. എന്തോ സായിപ്പേ, കോട്ടൂർ വനത്തിൽ ഒരു ഉഗ്രൻ മന്ത്രവാദിയുണ്ട്. എന്തിന്? ആ മന്ത്രവാദിയെ കൊണ്ട് ശുദ്ധം ചെയ്യിപ്പിച്ചാൽ ഒത്തിന് 3 നേരം ഭ്രാന്ത് വരും. 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരുത്തിന് ഭ്രാന്ത് വരുത്തിയിട്ടുണ്ട്.
വെറും 200 രൂപയുടെ ചെലവേ ഉള്ളൂ. പോകാനാവുന്നു. സായിപ്പ് അങ്ങനെ പറയരുത്. ഭയങ്കര ശക്തിയുള്ള മന്ത്രവാദിയാണ്. സായിപ്പിന് 200 രൂപ മനസ്സിലെങ്കിൽ വേണ്ട, പക്ഷെ മന്ത്രവാദി ആക്ഷേപിക്കരുത്. നിനക്ക് വേണ്ടി 10 200 ഞാൻ തരാം. ആ ഒരുപാട് അടി കൊണ്ടതല്ലേ. പക്ഷെ ഞാൻ തരുന്ന കാശ് വല്ലവനും കൂടെ തൊലയ്ക്കരുത്. ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ മുത്തിന് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സായിപ്പിനെ നായിന്റെ മോനെ വിളിച്ചോ. അത് സായിപ്പ് എപ്പോഴും വിളിക്കാറുള്ളതല്ലേ, പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ശരി, നാളെ കമ്പനിയിൽ നിന്ന് 200 രൂപ വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞേക്കാം. പൊയ്ക്കോ പൊയ്ക്കോ. അല്ലാച്ചാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. നല്ല രസം മതാവക്കളി. ഒന്ന് വാടേ. വാടാ. ഇങ്ങോട്ട് വന്നേ. നീ ഒരു കാര്യം അറിഞ്ഞോ? ഇല്ല. വിഷമിക്കാനൊന്നുമില്ല. രാത്രിയിൽ അവർ ക്ഷുദ്രം ചെയ്ത സാധനം നിന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും കുഴിച്ചിടും, നിന്നെ കൊണ്ട് മറിയർപ്പിക്കാൻ. അതുകൊണ്ട് രാത്രി മുഴുവനും കാത്തിരിക്കണം. നടക്കുന്ന വഴിയിലായിരിക്കും കുഴിച്ചിടുക. അതിന് സമ്മതിക്കാതിരുന്നാ മതി. ഇത്രയും ചെലവ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റൂല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ പോകും. അയ്യോ, അങ്ങനെ പറയരുത്. രൂപ ഞാൻ എങ്ങനെയും ഉണ്ടാക്കാം. 500 രൂപ കൊണ്ടുവന്നാൽ ഞാൻ കർമ്മം ചെയ്യാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. പോവാ. ശപിക്കരുതേ. സ്വാമിനി പൂജ തുടങ്ങിക്കോളൂ, ഞങ്ങൾ പോവാ പോവാ. ഇനി ഒരു 300 രൂപ ഉണ്ടാക്കാം. പലയ നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയായിരിക്കും. ഇത് നീ എങ്ങനെ അറിഞ്ഞു? നീ സാധാരണ പറയാറുള്ളല്ലേ. പണ്ട് ഇറങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. 300 രൂപയുടെ കാര്യമല്ലേ. നിക്ക് നല്ല കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെ ആയാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലു. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിൽ നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസാനം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതത്ര തന്നെ ഉള്ളൂ. ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. ആ. വഴി എത്തിയോ?